ഏവർക്കും നമസ്കാരം. ശുഭകരമാവട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാവട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുന്നതാണ്. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പരയിൽ 4ാമത്തെ അധ്യായമായിട്ടുള്ള വിനിമയവും സഹകരണവും എന്നുള്ള അതിലൂടെ കടന്നു പോവുകയാണ്. അപ്പോ അതില് 3ാമത്തെ പാഠം വിനിമയ ബിംബങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ എന്നുള്ളതാണ്. ഈ വിനിമയം എന്നുള്ളത് സംഭവിക്കുന്ന സമയത്ത് വിനിമയത്തില് രണ്ടുപേർക്ക് 2 തരം ബിംബങ്ങളാണുള്ളതെങ്കിൽ അവിടെ വിനിമയം കൃത്യമായിട്ട് നടക്കില്ല. വിനിമയങ്ങൾ നടക്കുന്നത് ബിംബങ്ങൾ, സ്വപ്നങ്ങൾ വഴിയാണ്. ആ കൃത്യമായിട്ടുള്ള വിനിമയം നടക്കാതെ വരികയും സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഈ അനുരൂപനം എന്നുള്ളത് സംഭവിക്കില്ല. അനുരൂപനത്തിന് വേണ്ടിയാണല്ലോ നമ്മളതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുരൂപനം സംഭവിക്കുക വഴിയാണല്ലോ ഇതിന് ഒരു ഏകീഭാവം ഉണ്ടാകുന്നത്. അത് ഉണ്ടാകാതെ വരും. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ്: യുനാനിമിറ്റി ഓഫ് സിംബൽസ് ഡിറ്റർമിൻസ് ദ ആക്ച്വലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. വിനിമയ ബിംബങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ കുടുംബ വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകങ്ങളായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിനിമയമാണ് ആ കുടുംബത്തിന്റെ സുസ്ഥിതിയും ശാന്തിയും രൂപപ്പെടുത്തേണ്ടത്. മനുഷ്യേതര ജീവികളിൽ ചോദനകളുടെ അദൃശ്യമായ പരസ്പര ബോധ്യം കൊണ്ടാണ് ഇണത്തമുണ്ടായി നിലനിന്ന് പോകുന്നത്. ഭാവനാത്മകനായ മനുഷ്യന് പ്രണയം പോലും അദൃശ്യമായ ഒരു വിനിമയമായി പകരുവാനുള്ള ജന്മശേഷി പാടെ കുറവാണ്. അവിടെ ആംഗികവും വാചികവും ആഹാര്യവുമായ ഭാഷകളുടെ പിന്നണി വേണ്ടിവരും. ഇവ മൂന്നും ഒരു ജീവിവർഗത്തിന്റെ അടിസ്ഥാന പ്രവണത എന്നതിലുപരി വ്യക്തിഗതമായ വളർച്ചയിൽ ഓരോരുത്തരും നേടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 വ്യക്തികളിൽ നിന്നും പുറപ്പെടുന്ന വിനിമയ ശബ്ദങ്ങൾ ഒരു പൊതു മാനദണ്ഡം പാലിക്കുന്നവ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ വ്യക്തിയുടെ വളർച്ചയിൽ ഉപബോധത്തിലേക്ക് ആവാഹിച്ച് ആർജിച്ച വിനിമയ ബിംബങ്ങളെ പൊതുസംജ്ഞയാണെന്ന് ഓരോരുത്തരും കരുതുക. എന്നാൽ ഇരുവരിലും ഉള്ള വിനിമയ ബിംബങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ വിനിമയം സാധൂകരിക്കാതെ പോകും. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കുടുംബ വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകങ്ങളായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിനിമയമാണ് കുടുംബത്തിന്റെ സുസ്ഥിതിയും ശാന്തിയും രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് തന്നെയാണല്ലോ ഈ പാഠത്തിന്റെ അടിസ്ഥാനം. അപ്പോ ഈ വിനിമയം എന്നുള്ളത് സത്യത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഇണകൾക്കിടയിലുള്ള വിനിമയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ മനുഷ്യേതര ജീവികളിൽ അവരുടെ ചോദനകളുടെ അദൃശ്യമായ ബോധ്യം കൊണ്ടാണ്. ഒരാൾക്കുണ്ടാവുന്ന ചോദന മറ്റൊരാളുടെ ഒരു ബോധ്യമായി മാറുമ്പോഴാണ് അതിനനുസരിച്ച് രൂപപ്പെടുന്നത്. ഒരാള് എഴുന്നേൽക്കുന്ന സമയത്ത് അത് എഴുന്നേറ്റു എന്ന് മറ്റേ ആൾക്ക് ബോധ്യമാകും. ആ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് ഇയാൾ അതിനെ പിന്തുടരുകയാണോ, അനുധാവനം ചെയ്യുകയാണോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അയാളുടെ ചോദനയുടെ രൂപത്തിൽ തന്നെ വരും. അപ്പൊ ചോദനകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലാണ് അത് സംഭവിക്കുന്നത്. ഈ ചോദനയുടെ ഉറവിടം സഹജാവബോധമാണ്. ഈ ചോദന എന്നുള്ളത് മനുഷ്യൻ അനുഭവിക്കുന്ന ചോദനയുടെ ഉറവിടം സഹജാവബോധമാണോ എന്നത് സംശയിക്കേണ്ടതുമാണ്. അപ്പോ ചോദനകളുടെ ഉറവിടം സഹജാവബോധമാകുമ്പോൾ ഒന്നിന്റെ സഹജാവബോധവും മറ്റൊന്നിന്റെ സഹജാവബോധവും തമ്മിലുള്ള പരസ്പര വിനിമയം കൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് പോകുന്നത്. മറ്റൊരു രൂപത്തിൽ ഇതിനെ കണക്കാക്കാം. ഓരോ സത്തയും ഓരോ ജീവിയും നിയന്ത്രിക്കപ്പെടുന്നത് അതിന്റെ ഉപരിവ്യവസ്ഥ മൂലമാണ്. ഉപരിവ്യവസ്ഥ അതിന് നൽകുന്ന സൂചന സംജ്ഞ അനുസരിച്ച് ഉപരിവ്യവസ്ഥയോട് ഇതിനുള്ള പ്രതികരണം, പ്രതിനില എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഒരു ജീവി പ്രകൃതിയോട് അല്ലെങ്കിൽ തന്റെ ഉപരിവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കേണ്ടത്. തൊട്ടടുത്ത മറ്റൊരു ജീവിയും അതുപോലെ തന്നെ ഉപരിവ്യവസ്ഥയോടുള്ള ബന്ധം കൊണ്ടാണ് ചേർന്ന് നിൽക്കേണ്ടത്. ഉപരിവ്യവസ്ഥയോടുള്ള ബന്ധം അല്ലെങ്കിൽ സഹജാവബോധത്തെ തിരിച്ചറിയാനുള്ള ആ ഒരു ശേഷിയുണ്ടല്ലോ, ആ ശേഷിയിൽ ഊന്നിക്കൊണ്ടാണ് 2 പേരും പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരു നാടകത്തിലെ 2 കഥാപാത്രങ്ങൾ സംവിധാനത്തോടും തിരക്കഥയോടും ഏത് വിധം നീതി പാലിക്കുന്നുവോ, കൂറു പാലിക്കുന്നുവോ, അതാണ് ഇതിന്റെ ആധാരമെന്ന് അറിയുന്നുവോ, അതനുസരിച്ച് ഇവരെ തമ്മിലുള്ള വിനിമയം സംഭവിക്കുക. അതുപോലെ അവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അവിടെ പ്രാദേശികമായിട്ട് ഇപ്പൊ ഒരു തട്ടില് ഒരു വേദിയിൽ ഒരു നാടകം നടക്കുന്ന സമയത്ത് സംവിധായകനും സ്ക്രിപ്റ്റിനും അനുസരിച്ച് കഥാപാത്രങ്ങൾ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വേദിയിൽ വെച്ച് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ ഇവർക്കിടയിൽ ഒരു നയതന്ത്രം ഉണ്ടായിരിക്കണം, ഒരു വ്യാകരണം ഉണ്ടായിരിക്കണം. ആ വ്യാകരണത്തിൽ നിന്നാണ് ഇത് വെളിപ്പെട്ടു വരുന്നത്. പക്ഷെ നിയന്ത്രണമെല്ലാം മുകളിലാണ്. അതുപോലെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം, പ്രവർത്തന ദൗത്യം, ഉത്തരവാദിത്വം
നിക്ഷിപ്തമായിട്ടുള്ള രണ്ട് വ്യക്തികൾ, അവർ ചേർന്നിട്ട് ഒരു കുടുംബം ഉരുവാകുന്നു, കുടുംബ വ്യവസ്ഥ ഉരുവാകുന്നു. കുടുംബ വ്യവസ്ഥ ഉരുവാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ ഉപരിവ്യവസ്ഥയുടെ സ്വാധീനത്തിൽ, ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരം സഹജാവബോധത്താൽ നിയന്ത്രിതരാണ്. സ്ക്രിപ്റ്റ് ഉപരിവ്യവസ്ഥയുടെയാണ്. അപ്പോ ചോദന എന്നുള്ളത് ഉപരിവ്യവസ്ഥയുടെയാണ്. ഈ ഉപരിവ്യവസ്ഥയുടെ രണ്ട് പരസ്പരമുള്ള വിനിമയമുണ്ട്. ഉപരിവ്യവസ്ഥയിൽ നിന്നും കിട്ടുന്ന സത്തകൾക്കനുസരിച്ച് രണ്ട് സത്തകളും തമ്മിലുള്ള പരസ്പര വിനിമയമുണ്ടല്ലോ. ഈ വിനിമയം എന്നുള്ളത് പ്രാദേശികമായി അവരവരുടെ സ്വധർമ്മത്തിനനുസരിച്ച്, സ്വശേഷിക്കനുസരിച്ച് ചെയ്യുന്നതാണ്. ഈ പരസ്പരം ഇഴചേർന്ന് നിൽക്കലാണോ, സഹവർത്തിത്വമാണോ, സഹകരണമാണോ, പാരസ്പര്യമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതാത് പ്രാദേശിക ധർമ്മങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോ അവിടെ ഓരോ സത്തയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇതില് സഹജാവബോധത്താൽ നിയന്ത്രിതമായിട്ടുള്ള ജന്തുക്കളില്, ജീവികളില്, സസ്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് സഹജാവബോധം തന്നെയാണ് അതിന്റെ പ്രകടബോധമായിട്ടും പ്രതിബോധമായിട്ടും ഒക്കെ പ്രവർത്തിക്കുക. അവയെല്ലാം ഏകധാരയിൽ എല്ലാത്തിന്റെ നിയന്ത്രണം കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം എങ്ങനെ ഇഴചേരണം, പരസ്പരം എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിനും സഹജാവബോധത്തിന് വല്ലാതെ സ്വാധീനമുണ്ട്. എന്നാൽ ഭാവനാത്മകനായ മനുഷ്യന് പ്രണയം പോലും അദൃശ്യമായ ഒരു വിനിമയ പകരാനുള്ള ജന്മശേഷി കുറവാണ്. അവിടെ പ്രണയം പോലും ഉണ്ടാകുന്നത് അവരുടെ ഭാവനയിലാണ്. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഇണചേരലിന്റെ പ്രാഗ്രൂപമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നതിന് ആ പ്രണയം പോലും ഉണ്ടാകുന്നത് ഭാവനയിലാണ്. പിന്നെ കുറെ പ്രണയം ഉണ്ടാകുന്നത് അവന്റെ വിശ്വാസങ്ങളിലാണ്. അവന്റെ നാട്ടുനടപ്പനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് പ്രണയം എന്നുള്ളതിനെ കുറിച്ച് അവരുടെ ഒരു സങ്കല്പനമുണ്ട്. ആ സങ്കല്പത്തിന് അനുസരിച്ചാണ്. അപ്പൊ ഈ ഭാവനയ്ക്കും സങ്കല്പത്തിനും പിന്നെ അത് ആളുകളോട് ഇവനെ ഇടപെട്ടുള്ള ശീലമുണ്ടല്ലോ, ആ ശീലം എന്ന് പറയുന്നത് ശിക്ഷിതാവബോധത്തിലാണ് നിൽക്കുന്നത്. ഇതിനൊന്നും തന്നെ സഹജാവബോധവുമായിട്ട് നേർബന്ധമുണ്ടല്ല. ഉറപ്പായിട്ടും അതിന്റെ അണ്ടർലൈങ് റൂട്ട് എന്ന് പറയുന്നത് സഹജാവബോധമാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ശീലം എന്ന് പറയുന്നത് സഹജാവബോധവുമായിട്ട് ബന്ധം നിലനിർത്തിക്കൊണ്ടാവില്ല. അതുകൊണ്ട് വിച്ഛേദിച്ചുകൊണ്ടാണ്, യുക്തി കൊണ്ട് വിച്ഛേദിച്ചുകൊണ്ടാണ്, സംസ്കാരം കൊണ്ട് വിച്ഛേദിച്ചുകൊണ്ടാണ് അവന്റെ ശീലങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോ ഒരു വളർന്നു വരുന്ന പ്യൂബർട്ടിയിലെത്തിയ ഒരു വ്യക്തിക്ക്, ഒരു ആണിന് അല്ലെങ്കിൽ പെണ്ണിന് എതിർലിംഗത്തോടുള്ള താല്പര്യം തോന്നുക എന്നുള്ളത് സഹജമാണ്. ആ താല്പര്യം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരിക്കലും ആ താല്പര്യം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ള സംസ്കാരം അവനെ നിർബന്ധിക്കുന്നത്. ആ നിർബന്ധം വരുന്ന സമയത്ത് അത് ആവർത്തിച്ചുണ്ടാവുന്ന സമയത്ത് അവന് അതിന്റെ ശീലം മാറിപ്പോകും. ഇത്തരത്തിൽ ഉരുവായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് ജനിച്ച കാലം മുതൽ കാണുന്നതിനനുസരിച്ചുള്ള ഒരു വിശ്വാസ വ്യവസ്ഥ ഈ പ്യൂബർട്ടി എത്തുന്നതിന് മുമ്പ് അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള ഒരു വിശ്വാസം അവന്റെ ഉള്ളിലുണ്ടാവും. ഇവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇവൻ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട്, ഇവൻ എത്രത്തോളം ഇവന്റെ യുക്തിയിൽ ഇതിനെ വ്യാപരിച്ചിട്ടുണ്ട്, ഇതിനനുസരിച്ച് അവന്റെ ഭാവനയിൽ വ്യത്യാസമുണ്ട്. അപ്പോ ശീലങ്ങളായിക്കോട്ടെ, വിശ്വാസങ്ങളായിക്കോട്ടെ, ഭാവനകളായിക്കോട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനന്യമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഓരോ വ്യക്തിയിലും ഉണ്ടായി വരുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, അത് ശീലം, വിശ്വാസം, ഭാവന തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യത്തിൽ ജന്തുക്കളിൽ ഇതിങ്ങനെയല്ല സംഭവിക്കുന്നതെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോ മനുഷ്യരുടെ കാര്യത്തിൽ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രണയം പോലും സഹജമായ രീതിയിലായിരിക്കില്ല ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ അവൻ ഇത് പ്രകടമാക്കുന്ന, അവന് പ്രണയമുണ്ടെങ്കിൽ അത് പ്രകടമാക്കുന്ന അവന്റെ ആംഗികം, വാചികം, ആഹാര്യവുമായ ഭാഷകളുടെ പിന്നണിയിലൂടെയാണ്. എന്താണ് ആംഗികം? ആംഗ്യഭാഷ. വാചികം എന്ന് പറഞ്ഞാൽ വാചക ഭാഷ. ആഹാര്യം എന്ന് വെച്ചാൽ വേഷഭൂഷാദികൾ കൊണ്ടുള്ള ഭാഷ. ഇതൊന്നുമല്ലാതെ അവന്റെ ഉള്ളിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, സാത്വികമായിട്ടുള്ള ഭാഷയുണ്ട്. സാത്വികം എന്ന് പറയുന്നത് അവന്റെ സഹജ ചോദന, അവന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾക്കനുസരിച്ച് അവന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളാണ്. ഈ ഭാവത്തെ പോലും നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ശീലവും വിശ്വാസവും ഭാവനയുമാണ്. അപ്പോ ഇവയുടെ പിന്നണി, അതായത് ആംഗിക, വാചിക, ആഹാര ഭാഷകളുടെ പിന്നണി കൊണ്ടാണ് മനുഷ്യന്റെ കാര്യത്തിൽ അവന്റെ പ്രണയം പ്രകടിതമാകുന്നത്. അങ്ങനെ പ്രകടമാകുന്ന ഒന്ന് സഹജചോദനയിൽ നിന്നും വേറിട്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒരു ജീവിവർഗത്തിന്റെ അടിസ്ഥാന പ്രവണത എന്നതിലുപരി വ്യക്തിഗതമായ വളർച്ചയിൽ ഓരോരുത്തരും നേടിയെടുക്കുന്നതാണ്. ഇത് അടിസ്ഥാന ചോദനയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതല്ല ഈ ശീലം.
അതല്ല വിശ്വാസം, അതല്ല ഈ ഭാവന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ റിമോട്ടാണ്, ആലിയനാണ്. അവന്റെ സഹജ ചോദനയിൽ നിന്നും മാറിക്കൊണ്ട് അവന്റെ ചില വിശ്വാസ പ്രവണതകൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. ഇത് ഇവന്റെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ, സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ നേടിയെടുക്കുന്നതാണ്. മനുഷ്യരായിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടിൽ നിന്നും നേടിയെടുക്കുന്നതാണ്, അവന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നേടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികളിൽ നിന്ന് പുറപ്പെടുന്ന വിനിമയ സ്വപ്നങ്ങളുടെ ഒരു പൊതു മാനദണ്ഡം പാലിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. ഇപ്പോ ഒരു കടുവയുടെ രണ്ട് ലിംഗങ്ങൾ അല്ലെങ്കിൽ പുരുഷ സ്ത്രീകൾ ഒരുമിക്കുന്ന ഒരു വേദി ഉണ്ടെന്നിരിക്കട്ടെ. അവിടെ കടുവകളുടെ ആണിന്റെയും പെണ്ണിന്റെയും രണ്ടുപേരുടെയും വിനിമയ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സഹജചോദനയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, മനുഷ്യന്റെ കാര്യത്തില് സ്ത്രീക്ക് മനസ്സിലാക്കി വെച്ച രീതിയിലേ ആയിരിക്കില്ല പുരുഷൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. സ്ത്രീയും പുരുഷനും അല്ല ഇവിടുത്തെ പ്രശ്നം. സ്ത്രീയോ പുരുഷനോ എന്നുള്ളതിനേക്കാളും ഇവർ രണ്ട് വ്യക്തികളാണ്. സമൂഹത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന രണ്ട് വ്യക്തികളാണ്. ഈ വ്യക്തി എന്നുള്ളത് ഇപ്പോ ചേച്ചിക്ക് മനസ്സിലായിട്ടതായിരിക്കില്ല അനിയത്തിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അങ്ങനെ വ്യക്തിഗത വളർച്ച നേടിയത് കൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഇവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിനിമയ സംജ്ഞ, ഏത് വിനിമയം നടത്തണമെങ്കിൽ അതൊരു സംജ്ഞ വേണമല്ലോ. ആ സംജ്ഞ എന്നുള്ളത് ഒരാളിൽ ഡെവലപ്പ് ചെയ്ത ഒരു രൂപത്തിലായിരിക്കും. അയാൾക്ക് കിട്ടുന്ന ഇണയുടെ കാര്യത്തിൽ ഇതിന്റെ വിനിമയ സംജ്ഞ എന്നുള്ളത് മറ്റൊരു രൂപത്തിലായിരിക്കും. അപ്പോ ഇവർ തമ്മിലുള്ള ചേർച്ച എന്ന് പറയുന്നതിന് സത്യത്തിൽ ചേർന്ന് പോകാനുള്ള പല ഘടകങ്ങളും കുറവായിരിക്കും. കാരണം സ്വപ്നങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഇപ്പൊ ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ചുക്കെന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് അവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല. അപ്പോ ഇണകൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇണചേരുന്ന കാര്യം മുതൽ മറ്റനേകം കാര്യങ്ങൾ വരെ, എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരുമിച്ച് പാലിക്കേണ്ടുന്ന പല കാര്യങ്ങൾ വരെ പരസ്പര വിനിമയത്തിലൂടെ സംഭവിക്കാതെ പോകും. കാരണം കൃത്യമായിട്ടുള്ള വിനിമയം ഇയാളുടെ സ്വപ്നയായിരിക്കില്ല അയാൾക്കുണ്ടാവും, അയാളുടെ സ്വപ്നയായിരിക്കില്ല ഇയാൾക്കുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോ വ്യക്തിയുടെ വളർച്ചയിൽ ഉപബോധത്തിലേക്ക് ആർജിച്ച വിനിമയ ബിംബങ്ങളെ പൊതുസത്യയാണെന്ന് ഓരോരുത്തരും കരുതും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ പൊതുവായിട്ടുള്ള കാര്യം. ഇങ്ങനെയാണ് എന്റെ ഇണയോട് പെരുമാറേണ്ടത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്റെ ഉപബോധത്തിലേക്ക് ഞാൻ ആർജിച്ച സാധനമാണ്. എന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഞാൻ ആർജിച്ചതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, കിടക്കയിൽ ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു തലോടലിൽ ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു ദാനത്തിൽ ഒരു സ്വീകരണത്തിൽ ഞാൻ ഇങ്ങനെയാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ വർത്തമാനത്തിൽ അല്ലെങ്കിൽ ഇപ്പോ പണത്തിന്റെ കൈകാര്യം ചെയ്യലില്, അല്ലെങ്കിൽ തൊഴിലിന്റെ കാര്യത്തിൽ, വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ, സാമൂഹിക ബന്ധങ്ങളുടെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇത്തരത്തിലാണ് പെരുമാറേണ്ടത് എന്ന വിശ്വാസം ഇയാളുടെ അകത്ത് ആ ഉപബോധ ചിത്രമായിട്ട് കയറിയിട്ടുണ്ടാവും. മറ്റേ ആളില് ഇത് വേറൊരു രൂപത്തിൽ കയറിയിട്ടുണ്ടാവും. ഇവ തമ്മില് ഹരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വിശ്വാസമാണ് ആ പൊതുസ്വപ്ന എന്ന് രണ്ടുപേരും. എന്നാലും ഇതൊട്ട് മാച്ച് ആവൂല. അപ്പോ ഇങ്ങനെ ഒരു കരുതലുള്ളപ്പോഴാണ് ഇരുവരിലുമുള്ള വിനിമയ ബിംബങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ വിനിമയം സാധൂകരിക്കാതെ പോകും, കൃത്യമായ വിനിമയം സംഭവിക്കാതെ പോകും. ഈ കൃത്യമായ വിനിമയം സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കുടുംബം ഒരു ഏക സത്തയായിട്ട്, ഏക വ്യവസ്ഥയായിട്ട് മാറുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ജാതിയെയും മതത്തെയും ഒക്കെ എതിർത്ത് ജീവിച്ച ഒളിമ്പസ് പിന്നീട് ഈ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജാതിയിൽ നിന്നും, നിങ്ങളുടെ മതത്തിൽ നിന്നും, നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും, നിങ്ങളുടെ പ്രദേശത്ത് നിന്നും ഉള്ള വിവാഹം വേണം കഴിക്കാൻ എന്ന് പറയാൻ കാര്യം. ഇത് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് മറ്റൊരു വശം. പക്ഷെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മളിത് നടപ്പിലാക്കുന്ന സമയത്ത് ഈ വിധത്തിലുള്ള അവനവന്റെ ക്ലാസ്സിൽ അവനവന്റെ ഒരു സ്യൂട്ടബിൾ ഒരു സെറ്റിൽപ്പെട്ട ഒരു ഇണയെ കണ്ടെത്തുന്ന സമയത്ത് ഈ സ്വപ്നങ്ങളുടെ അളവ് കുറയും. സ്വപ്നങ്ങൾ തമ്മിലുള്ള അന്തരത്തിന്റെ അളവ് കുറയും. അതല്ലെങ്കിലോ നമ്മളിവിടെ ക്ലാസ് നോക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ഡോക്ടറാണ്, അപ്പൊ മറ്റേ ആളും ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർമാർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. ഡോക്ടർമാർ തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഡോക്ടറും തമ്മിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇത് എന്തിനാ ഉപകരിക്കുക, ഇത് അവരുടെ പ്രൊഫഷണൽ ഉപകരിക്കും. അവിടെ സിമിലാരിറ്റി ഉണ്ടാവും. ബാക്കിയുള്ള കാര്യത്തിനോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നാവലിയാണ് ഇവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവുക. ആ സ്വപ്നാവലി കൊണ്ട് പരസ്പരം ചേർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിനിമയം സാധ്യമാകാം. അപ്പോ വിനിമയം സാധൂകരിക്കാതെ വരുന്നത് ഈ ഒരു ഇഷ്യൂ അടിസ്ഥാന ചോദനകളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നതാണ് ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പൊ വിനിമയം സാധ്യമാകണമെങ്കിൽ ഈ അടിസ്ഥാന ചോദനകളെ മതിക്കേണ്ടത്, അതിനെ അറിയേണ്ടത്.
അതിനു പകരം യുക്തിയുടെ ഭാഷയിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാവനയുടെ, ശീലത്തിന്റെ, സംസ്കാരത്തിന്റെ, സ്വാധീനത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം, അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മതിയാവും. ഇതിന്റെ തുടർച്ച വരുന്നുണ്ട്, ബാക്കി പിന്നീട് പറയാം. അപ്പോൾ യുനാനിമിറ്റി ഓഫ് സിംബൽസ് ഡിറ്റർമിൻസ് ദ ആക്ച്വലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ സംജ്ഞകളുടെ ഏകീഭാവമാണ് ആ വിനിമയത്തിന്റെ സമ്പൂർണതയെ, സാക്ഷാത്കാരത്തെ അല്ലെങ്കിൽ വിനിമയത്തെ സാധൂകരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിലൊരു ശ്രദ്ധ, നിരീക്ഷണം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.